ഹായ് ഫ്രണ്ട്സ്, എഡ്യൂ സ്പോർട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. അപ്പോൾ ഫിസിക്സിന്റെ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ മലയാളം മീഡിയം സ്റ്റുഡൻസിനായിട്ടുള്ള ക്ലാസ് ഓൾറെഡി പാർട്ട് 1 ആൻഡ് പാർട്ട് 2 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ എന്തായാലും ആ വീഡിയോ കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ചാപ്റ്റർ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിസിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് എക്യുപ്മെൻറ്റ്സ് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫിഗറിലും ഒരുപാട് എക്യുപ്മെൻറ്റ്സ് കാണാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാവുന്ന എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ഇലക്ട്രിക് ബൾബ്, ഇലക്ട്രിക് ഫാൻ, മിക്സി, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് ഹീറ്റർ, സ്റ്റോറേജ് ബാറ്ററി. അപ്പോൾ എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ എനർജി കൺവേർഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ഇൻ ദ ഫോളോയിങ് എക്യുപ്മെൻറ്റ്സ്? താഴെ തന്നിരിക്കുന്ന ഉപകരണങ്ങളുടെ ഊർജ്ജമാറ്റം എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സിൻ്റെയും എനർജി ചേഞ്ച് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഏതാണ്? ഇലക്ട്രിക് ബൾബ്. ബൾബിൽ എങ്ങനെയാണ് എനർജി ചേഞ്ച് വരുന്നത്? നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ലൈറ്റ് കത്തി. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി ബൾബിലെത്തി. ബൾബ് അത് ലൈറ്റാക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ബൾബിലുണ്ടാകുന്ന എനർജി ചേഞ്ചാണ് ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഉപകരണമാണ്, അടുത്ത എക്യുപ്മെൻ്റ് ആണ് ഇലക്ട്രിക് ഫാൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജി ഫാനിലെത്തുന്നു. ഫാനിനുള്ളിലെ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? ഫാനിനുള്ളിലെ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാറ്റ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കിട്ടുന്ന എനർജിയെ നമ്മൾ മെക്കാനിക്കൽ എനർജി എന്നാണ് പറയുക. എന്താണ്? മെക്കാനിക്കൽ എനർജി എന്നാണ് പറയുക. സോ ഇലക്ട്രിക്കൽ ഫാനിൽ നടക്കുന്ന എനർജി ചേഞ്ച് ഇതാണ്. ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് വരുന്നതാണ് മിക്സി. അപ്പോൾ മിക്സിയിലും ഇലക്ട്രിക്കൽ എനർജി വരുമ്പോൾ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള എനർജി എന്താണ്? മെക്കാനിക്കൽ എനർജി ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ മിക്സിയിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്തായിരിക്കും? ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത എക്യുപ്മെൻ്റ് ആണ് ഇൻഡക്ഷൻ കുക്കർ. ഇൻഡക്ഷൻ കുക്കറിൽ ആദ്യം ഇലക്ട്രിക്കൽ എനർജി ഇൻഡക്ഷൻ കുക്കറിൽ എത്തുന്നു. എന്നിട്ട് അത് മാഗ്നറ്റിക് എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇതിലൊരു വ്യത്യാസം വരുന്നുണ്ട്. അതായത് ആദ്യം ഇലക്ട്രിക്കൽ എനർജി മാഗ്നറ്റിക്കൽ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഈ മാഗ്നറ്റിക് എനർജി ഹീറ്റ് എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ടു മാഗ്നറ്റിക്കൽ എനർജി, ദെൻ കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എക്യുപ്മെൻ്റ് ആണ് ഇലക്ട്രിക് ഹീറ്റർ. ഹീറ്ററിൽ ഇലക്ട്രിക്കൽ എനർജി വരുന്നുണ്ട്, ശേഷം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇലക്ട്രിക് ഹീറ്ററിൽ നമുക്ക് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. സോ ഹീറ്ററിൽ ഇലക്ട്രിക്കൽ എനർജി വരുന്നു, അത് ഹീറ്റാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രിക്കൽ ഹീറ്ററിൽ നടക്കുന്ന എനർജി ചേഞ്ചാണ് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ ഹീറ്ററിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് സ്റ്റോറേജ് ബാറ്ററി. സ്റ്റോർ ചെയ്യുന്ന എനർജിയെ നമ്മൾ കെമിക്കൽ എനർജി എന്നാണ് പറയുക. എന്താണ്? സ്റ്റോർ ചെയ്യുന്ന എനർജിയെ കെമിക്കൽ എനർജി എന്നാണ് പറയുക. സോ സ്റ്റോർ ചെയ്ത ബാറ്ററിയിൽ നടക്കുന്ന എനർജി ചേഞ്ച് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കറിയാം ബാറ്ററിയിൽ എനർജി സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും അതത് കോളത്തിൽ തന്നെ ഫില്ല് ചെയ്ത് വെക്കണം. ഓക്കെ, എക്സാമിന് മസ്റ്റായിട്ടും 1-2 മാർക്കിന് ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണിത്. 2021 മാർച്ച് മാസത്തിൽ നടന്ന SSLC എക്സാമിനേഷന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ദ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഗിവൺ ഡിവൈസസ്. 2 പാർട്ടായിട്ടാണ് തന്നിരിക്കുന്നത്. എ പാർട്ടിൽ ഇൻകാൻഡസെൻ്റ് ലാമ്പും ബി പാർട്ടിൽ ഇലക്ട്രിക് മിക്സിയും. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് ദ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഗിവൺ ഡിവൈസസ്. താഴെ തന്നിരിക്കുന്ന എക്യുപ്മെൻറ്റ്സിൽ നടക്കുന്ന എനർജി ചേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് ഇൻകാൻഡസെൻ്റ് ലാമ്പ്. അപ്പോൾ വാട്ട് ഈസ് ഇൻകാൻഡസെൻ്റ് ലാമ്പ്?
ഈ കാണിച്ചിരിക്കുന്നതാണ് ഇൻകാൻഡസെൻ്റ് ലാമ്പ്. പണ്ട് കാലത്ത് നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അധികം നമ്മൾ ഉപയോഗിക്കാറില്ല. ഈ ബൾബിന് ഒരുപാട് ഡിഫക്ട്സ് ഉണ്ട്. ഇൻകാൻഡസെൻ്റ് ലാമ്പിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് വരും വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇൻകാൻഡസെൻ്റ് ലാമ്പ് ഒരു ഇലക്ട്രിക് ബൾബാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ബൾബിലെ എനർജി ചേഞ്ച് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് പറയാം, അതിൽ തൊട്ട് നോക്കുമ്പോൾ ഒരു ഹീറ്റൊക്കെ ഉണ്ടാവുന്നുണ്ട്, ഹീറ്റ് എനർജിയും ശരിക്കും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇൻകാൻഡസെൻ്റ് ലാമ്പിൻ്റെ എനർജി ചേഞ്ച് ആണ് ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി. അപ്പോൾ നെക്സ്റ്റ് പാർട്ടാണ് ഇലക്ട്രിക്കൽ മിക്സി. ഇലക്ട്രിക്കൽ മിക്സി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ്? ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രിക്കൽ മിക്സിയിൽ നടക്കുന്ന എനർജി ചേഞ്ച് ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്ത ഹെഡിങ് ഇതാണ്, ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എമംഗ് ദോസ് വി യൂസ് ഇൻ ഡെയിലി ലൈഫ് വിച്ച് ആർ ദ ഡിവൈസസ് ദാറ്റ് ഗിവ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഹീറ്റിംഗ് എഫക്റ്റ് ചെയ്യുന്ന ഏതൊക്കെ ഡിവൈസസ് നമുക്കറിയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ നമുക്കറിയാം? ഇലക്ട്രിക് അയൺ അറിയാം, ഇൻഡക്ഷൻ കുക്കർ അറിയാം, ഹീറ്റിംഗ് കോയിൽ, ഇലക്ട്രിക് ഹീറ്റർ, മൈക്രോവേവ് ഓവൻ. ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തുനിന്നുള്ള എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? ഇലക്ട്രിക് അയൺ, ഇൻഡക്ഷൻ കുക്കർ, ഹീറ്റിംഗ് കോയിൽ, ഇലക്ട്രിക് ഹീറ്റർ, മൈക്രോവേവ് ഓവൻ. അടുത്ത പാർട്ട്, ഹൗ ഡസ് ഇലക്ട്രിക്കൽ എനർജി ചേഞ്ച് ഇൻ ടു ഹീറ്റ് എനർജി ഇൻ സച്ച് ഡിവൈസസ്. ഇലക്ട്രിക്കൽ എനർജി എങ്ങനെയാണ് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഇത് മനസ്സിലാക്കുന്നതിന് ടെക്സ്റ്റ് ബുക്കിലൊരു എക്സ്പീരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിമെൻറ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഇവയാണ്. എ നിക്രോം വയർ ഓഫ് അപ്രോക്സിമേറ്റ് ലെങ്ത് 5 cm, 6 volt സ്റ്റോറേജ് ബാറ്ററി, കണക്ഷൻ വയർ. ഓക്കെ, ഈ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു സർക്യൂട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ സർക്യൂട്ട് കാണിച്ചിരിക്കുന്നത്. സർക്യൂട്ടിന് താഴെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഹൗ ഡസ് ദ നിക്രോം വയർ ബിക്കം റെഡ് ഹോട്ട് വൈൽ പാസിംഗ് ഇലക്ട്രിസിറ്റി ത്രൂ ദ സർക്യൂട്ട്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിക്രോം വയർ റെഡ് ഹോട്ട് കണ്ടീഷനിൽ നിൽക്കുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെയാണ് പറയേണ്ടത്? വെൻ സ്വിച്ച് ഈസ് ഓൺ, ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ദ സർക്യൂട്ട്, ദ നിക്രോം കോയിൽ ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ് ആൻഡ് ബിക്കം റെഡ് ഹോട്ട്. സർക്യൂട്ടിലെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്തിട്ട് നിക്രോം വയറിലെത്തുന്നുണ്ട്. നിക്രോം കോയിൽ ചൂടായി ഒരു റെഡ് ഹോട്ട് കണ്ടീഷനിൽ സ്റ്റേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ഓൺലി ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. എനർജി ഒരിക്കലും നമുക്ക് നശിപ്പിക്കാനോ നിർമ്മിക്കാനോ കഴിയില്ല. അതിന് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഇതിൻ്റെ പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്. ഇക്വേഷൻ ഇതാണ്, I = Q/T. ഇവിടെ I എന്ന് പറയുന്നത് കറണ്ടും, Q എന്ന് പറയുന്നത് ചാർജും, T എന്ന് പറയുന്നത് ടൈമുമാണ്. അപ്പോൾ I = Q/T. ഈ ഇക്വേഷനെ നമുക്ക് Q = I × T എന്നും എഴുതാം. ദ യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് കുളും. ചാർജിൻ്റെ യൂണിറ്റാണ് കുളും എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് 1 volt? വാട്ട് ഈസ് 1 volt? ആൻസർ ഇതാണ്, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points വിൽ ബി 1 volt if 1 joule of work is done in moving 1 coulomb of charge from one point to the other. ഒരു കുളും ചാർജ് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ട വർക്ക് 1 joule ആണെങ്കിൽ ആ പോയിന്റുകൾക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 volt ആയിരിക്കും. എന്താണ്? 1 coulomb ചാർജ് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ട വർക്ക് 1 joule ആണെങ്കിൽ ആ പോയിന്റുകൾക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? 1 volt ആയിരിക്കും. ഇതാണ് 1 volt എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനാണ് P = W/T. ഇവിടെ P എന്ന് പറയുന്നത് പവറും, W എന്ന് പറയുന്നത് വർക്കും, T എന്ന് പറയുന്നത് ടൈമുമാണ്. അപ്പോൾ ഇക്വേഷൻ ഇതാണ്, P = W/T. നെക്സ്റ്റ് ഇക്വേഷനാണ്
പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. ഇവിടെ പി എന്ന് പറയുന്നത് പവറും വി എന്ന് പറയുന്നത് വോൾട്ടേജും ഐ എന്ന് പറയുന്നത് കറണ്ടുമാണ്. നെക്സ്റ്റ് ഇക്വേഷനാണ് എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി. ഇവിടെ എച്ച് എന്ന് പറയുന്നത് ഹീറ്റും വി എന്ന് പറയുന്നത് വോൾട്ടേജും ഐ എന്ന് പറയുന്നത് കറണ്ടും ടി എന്ന് പറയുന്നത് ടൈമുമാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഇക്വേഷനാണ്, അത് നമ്മുടെ ഓംസ് ലോ ആണ്. വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. വി എന്ന് പറയുന്നത് വോൾട്ടേജും ഐ എന്ന് പറയുന്നത് കറണ്ടും ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസുമാണ്. അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. ഇക്വേഷൻ ഇതാണ്, എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഇവിടെ എച്ച് എന്ന് പറയുന്നത് ഹീറ്റും ഐ എന്ന് പറയുന്നത് കറണ്ടും ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസും ടി എന്ന് പറയുന്നത് ടൈമുമാണ്. അപ്പോൾ ഇക്വേഷൻ ഇതാണ്, എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. അപ്പോൾ ഈ ഇക്വേഷനെ തന്നെയാണ് നമ്മൾ ജൂൾസ് ലോ എന്നും പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഒരുപാട് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ എ സർക്യൂട്ട് 2 ആംപിയർ കറണ്ട് ഈസ് ഫ്ലോയിങ്. ഫൈൻഡ് ദ ചാർജ് അറ്റ് 1 പോയിന്റ് ഇൻ ദ സർക്യൂട്ട് ഇൻ 30 സെക്കൻഡ്സ്. ഒരു സർക്യൂട്ടിൽ 2 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. 30 സെക്കൻഡിൽ ഈ സർക്യൂട്ടിലെ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ചാർജ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചാർജാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ചാർജിൻ്റെ സിമ്പൽ Q ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ കറണ്ട് തന്നിട്ടുണ്ട്, ഐ തന്നിട്ടുണ്ട്, 2 ആംപിയർ ആണെന്ന് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, 30 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Q ആണ്. നമുക്ക് ഇക്വേഷൻസ് അറിയാം, Q ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി. അപ്പോൾ ഇവിടെ ഐ എന്ന് പറയുന്നത് 2 ആംപിയറും ടി എന്ന് പറയുന്നത് 30 സെക്കൻഡുമാണ്. അപ്പോൾ Q ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 30. ആൻസർ വരുന്നത് 60 കുളും ആണ്. അപ്പോൾ സോ യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് കുളും. കുളുംബ് എന്ന് പറയുന്നത് ചാർജിൻ്റെ യൂണിറ്റ് ആണ്. ഇനി നമുക്ക് SSLC എക്സാമിനേഷൻ 2021 മാർച്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, 2 ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ ആൻ ഇലക്ട്രിക് ഹീറ്റിംഗ് ഡിവൈസ് കണക്റ്റഡ് ടു 230 വോൾട്ട് സപ്ലൈ. ഒരു ഹീറ്റിംഗ് ഡിവൈസിലേക്ക് 230 വോൾട്ട് വോൾട്ടേജ് കൊടുത്തപ്പോൾ 2 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്തു. ഇതിൽ എ പാർട്ട് ചോദിച്ചിരിക്കുന്നത്, the quantity of charge that flows through the circuit in 5 minutes is, ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, 10 കുളും, 60 കുളും, 600 കുളും, 6 കുളും. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്തിട്ട് ഇതിൽ നിന്ന് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ സർക്യൂട്ടിലൂടെ 5 മിനിറ്റ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത ചാർജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ബി പാർട്ടാണ്, വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഡിവൈസ്. ഈ ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സി പാർട്ടാണ്, കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദ ഹീറ്റിംഗ് ഡിവൈസ്. ഈ ഡിവൈസിൻ്റെ പവറും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നേരെ എ പാർട്ടിലേക്ക് കടക്കാം. അപ്പോൾ എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്, ഈ സർക്യൂട്ടിലൂടെ 5 മിനിറ്റ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത ചാർജ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ചാർജ് നമുക്കറിയാം, Q ആണെന്നറിയാം. ഇക്വേഷൻ നമുക്കറിയാം, Q ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി. ഓക്കെ, Q ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി ആണ്. ഇവിടെ ടൈം തന്നിരിക്കുന്നത് 5 മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്. ആൻസർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് മിനിറ്റിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? മിനിറ്റിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. മിനിറ്റിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 60 വെച്ചിട്ട് ഗുണിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ടൈം 5 മിനിറ്റ് ആണ്. അപ്പോൾ 5 ഇൻറ്റു 60 300 സെക്കൻഡ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്താണ്? Q ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി. ഐ നമുക്കറിയാം 2 ആംപിയർ ആണ് തന്നിരിക്കുന്നത്, ടി എന്ന് പറയുന്നത് 300 ആണ്. അപ്പോൾ 2 ഇൻറ്റു 300, Q ഈസ് ഈക്വൽ ടു 600 കുളും. അപ്പോൾ എ പാർട്ടിൻ്റെ ആൻസർ ആണ് 600 കുളും. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഡിവൈസ്. ഈ ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഓംസ് ലോ നമ്മൾ പഠിച്ചതാണ്, വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഇവിടെ വി തന്നിരിക്കുന്നത് എത്രയാണ് ക്വസ്റ്റ്യനിൽ? 230 വോൾട്ട്, 230 വോൾട്ടാണ് തന്നിരിക്കുന്നത്. കറണ്ടും നമുക്കറിയാം 2 ആംപിയർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതാം. ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. വി എന്ന് പറയുന്നത് 230 ആണ്, ഐ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 230 ബൈ 2 വരും. ആൻസർ വരുന്നത്
115 ഓം ആണ് ആൻസർ വരുന്നത്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഓം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ സി പാർട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദ ഹീറ്റിംഗ് ഡിവൈസ്. ഈ ഡിവൈസിൻ്റെ പവർ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പവറും നമ്മൾ പഠിച്ചതാണ് ഇക്വേഷൻ. P is equal to V into I, വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. വോൾട്ടേജ് നമുക്കറിയാം 230 വോൾട്ട് ആണ്. കറണ്ട് നമുക്ക് തന്നിട്ടുണ്ട് 2 ആംപിയർ ആണ്. അപ്പോൾ ആൻസർ വരുന്നത് 460 വാട്ട്. അപ്പോൾ യൂണിറ്റ് ഓഫ് പവർ ഈസ് വാട്ട്. യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുന്നത് വാട്ടാണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് 460 വാട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.